പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. +2 കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബിസിനസ് സ്റ്റഡീസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അവസാനമായി ഡിസ്കസ് ചെയ്തത് ന്യൂ ഇൻഡസ്ട്രി പോളിസിനെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചുമാണ്. അത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ എസൻസ് എന്ന് പറയുന്നത് LPG ആണ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ LPGനെ കുറിച്ചാണ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ലിബറലൈസേഷനെ കുറിച്ചാണ്. അപ്പം അതിനെക്കുറിച്ച് പറയുന്ന മുമ്പ് ഒരു ഇന്ത്യയിലെ 1991 വരെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി ബിസിനസ് മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് വിവരിക്കാം. അപ്പൊ 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവരെയും ഇന്ത്യയിലെ ബിസിനസിനെയും ഇൻഡസ്ട്രിയെയും സംബന്ധിച്ച് അത്ര സുഖകരമായ ഒരു കാലാവസ്ഥ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരു വ്യവസായം തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിലോ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകണമെങ്കിലോ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കൺട്രോൾസ് ഉണ്ടായിരുന്നു. ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമ്പൽസറി ലൈസൻസിങ് ആവശ്യമായിരുന്നു. നമുക്ക് വളരെ എളുപ്പം വിദേശ രാജ്യങ്ങളിൽ സാധനങ്ങൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. സാധനങ്ങളുടെ സേവനങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം ഉൽപാദകനല്ലായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സാധനങ്ങൾ വളരെ എളുപ്പം കൊണ്ടുപോകാൻ സാധിക്കുകയില്ലായിരുന്നു. ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊസീജിയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒരു വിദേശ കമ്പനിക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ സാധിക്കുകയില്ലായിരുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസും 1991 വരെ ഇന്ത്യൻ ബിസിനസ് ഇൻഡസ്ട്രി മേഖല ഫേസ് ചെയ്തിരുന്നു. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ത്യയിലെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബിസിനസിന്റെ വളർച്ചാ നിരക്കും വളരെ കുറവായിരുന്നു. കാരണം ആരും ഈ ഒരു മേഖലയിലേക്ക്, ബിസിനസ് വ്യവസായ മേഖലയിലേക്ക് കടക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഓരോ പ്രൊസീജിയറും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഒരു ബിസിനസ് ഫ്രണ്ട്ലി അല്ലാത്ത ഒരുപാട് നിയന്ത്രണങ്ങളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നാൽ 1991 ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിക്ക് ശേഷം അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കൺട്രോളുകളും റെസ്ട്രിക്ഷൻസും ഒഴിവാക്കി, അല്ലെങ്കിൽ അത് കുറച്ചു, നിയന്ത്രണങ്ങൾ കുറച്ചു. ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും റെസ്ട്രിക്ഷൻസും ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ലിബറലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. Liberalization simply means liberating the economy from all unnecessary controls and restrictions. അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും അനാവശ്യമായിട്ടുള്ള റെസ്ട്രിക്ഷൻസിൽ നിന്നും നമ്മുടെ എക്കണോമിയെ അല്ലെങ്കിൽ ബിസിനസിനെയും ഇൻഡസ്ട്രിയെയും മോചിപ്പിക്കുക. അതിനെയാണ് നമ്മൾ ലിബറലൈസേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഈ ലിബറലൈസേഷൻ ഇന്ത്യയിൽ ഏതൊക്കെ രീതിയിലാണ് നടന്നതെന്നാണ്. ഒന്നാമതായിട്ട്, അബോളിഷിംഗ് ലൈസൻസ് റിക്വയർമെന്റ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ്. അതായത് ഇന്ത്യയിൽ വ്യവസായം തുടങ്ങുന്ന അല്ലെങ്കിൽ ബിസിനസ് ആരംഭിക്കുന്ന എല്ലാ വ്യവസായങ്ങൾക്കും ബിസിനസ്സിനും കമ്പൽസറി ലൈസൻസ് ആവശ്യമായിരുന്നു. ആ ഒരു നിബന്ധന എന്ത് ചെയ്തു? ഈ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് അബോളിഷ് ചെയ്തു, ഒഴിവാക്കി. രണ്ടാമതായിട്ട്, ഫ്രീഡം ഇൻ ഡിസൈഡിങ് സ്കെയിൽ ഓഫ് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ ലാർജ് സ്കെയിലിൽ ബിസിനസ് നടത്തണോ, മീഡിയം സ്കെയിലിൽ ബിസിനസ് നടത്തണോ, സ്മോൾ സ്കെയിലിൽ ബിസിനസ് നടത്തണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഉൽപാദകന് അല്ലെങ്കിൽ ബിസിനസ് സംരംഭകന് നൽകി. ഇപ്പം നമ്മളൊരു ചെറിയൊരു ബിസിനസ് ആയിട്ടാണ് ആരംഭിച്ചത്. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വിപുലീകരിക്കണം. 1991 വരെ ചെറിയൊരു സ്മോൾ സ്കെയിലുള്ള ബിസിനസ് ലാർജ് സ്കെയിലിലേക്കോ മിഡിൽ സ്കെയിലിലേക്കോ മാറ്റണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ടായിരുന്നു. ഈസിയായ കാര്യമല്ലായിരുന്നു. പക്ഷേ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സിമ്പിൾ പ്രൊസീജിയറിലൂടെ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വലിയൊരു ബിസിനസ്സിനെ ചെറുതാക്കാനും ഇന്നത്തെ ഈ 1991 പോളിസിയുടെ ഫലമായിട്ട് സാധിക്കും. അത് ഈ ലിബറലൈസേഷന്റെ മറ്റൊരു ഗുണമാണ്. മൂന്നാമതായിട്ട്, റിമൂവൽ ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ 1991 വരെ സാധനങ്ങളും സേവനങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ
അതിന് ഒരുപാട് നിയന്ത്രണങ്ങളും റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അത്ര ഈസി ആയ കാര്യമല്ലായിരുന്നു. പക്ഷെ ഈ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് സാധനങ്ങളുടെ സേവനങ്ങളുടെ മൂവ്മെന്റിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങളെല്ലാം എടുത്തു മാറ്റി. ലിബറലൈസേഷന്റെ ഫലമായിട്ടുണ്ടായ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് റിഡക്ഷൻ ഇൻ ടാക്സ് റേറ്റ്. ഇന്ത്യയിലെ ഉയർന്ന നികുതി നിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സാധനം ഇറക്കുമതി ചെയ്യണമെങ്കിൽ തന്നെ വലിയൊരു നികുതി, അല്ലെങ്കിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നികുതി, എല്ലാം നികുതി നിരക്ക് ഇന്ത്യയിൽ പൊതുവെ ഉയർന്ന നിരക്കായിരുന്നു 1991 വരെ. എന്നാൽ 91 പോളിസിക്ക് ശേഷം അല്ലെങ്കിൽ ലിബറലൈസേഷന്റെ ഭാഗമായി ഈ ഉയർന്ന നിരക്കിലുള്ള ടാക്സ് റേറ്റുകളൊക്കെ കുറച്ചു. അത് ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ വ്യവസായം പോകുന്ന ആൾക്കാർക്ക് വളരെ ഗുണകരമായ ഒരു മാറ്റമായി. അടുത്ത ഒരു പ്രത്യേകത ലിബറലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് ഫ്രീഡം ഇൻ ഫിക്സിംഗ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കാനുള്ള അധികാരം ഉൽപാദനം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ഗവൺമെന്റ് ആയിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുള്ള ഫ്രീഡം ഈ ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഉൽപാദകന് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് നൽകി. കൂടാതെ സിംപ്ലിഫൈയിങ് പ്രൊസീജിയേഴ്സ് ഫോർ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയർ സിംപ്ലിഫൈ ചെയ്തു. 1991 വരെ എക്സ്പോർട്ടോ ഇമ്പോർട്ടോ നടത്തണമെങ്കിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഇറക്കുമതി ചെയ്യാമെന്ന് വരെ തീരുമാനിച്ചുകൊണ്ടിരുന്നത് ഗവൺമെന്റ് ആയിരുന്നു. അപ്പൊ അത്തരം നിയന്ത്രണങ്ങളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് എക്സ്പോർട്ടും ഇമ്പോർട്ടും സിംപ്ലിഫൈ ചെയ്തു. ഇതുകൂടാതെ മേക്ക് ഇറ്റ് ഈസിയർ ടു അട്രാക്ട് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ടു ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് വിദേശ മൂലധനവും വിദേശ ടെക്നോളജിയും കൊണ്ടുവരാനുള്ള നിയന്ത്രണങ്ങളും റെസ്ട്രിക്ഷൻസും ഒക്കെ ഒഴിവാക്കി. അതുകൊണ്ട് ഇന്ത്യയിലേക്ക് ഒരുപാട് ഫോറിൻ ക്യാപിറ്റൽ വരാൻ തുടങ്ങി, ഇന്ത്യയിലേക്ക് ഒരുപാട് വിദേശ സാങ്കേതിക വിദ്യകൾ വരാൻ തുടങ്ങി. ഇത്രയുമാണ് ലിബറലൈസേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൈവറ്റൈസേഷൻ. ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന വാക്ക് സംഭാവന ചെയ്തത് പീറ്റർ എഫ് ഡ്രക്കർ എന്ന് പറയുന്ന മാനേജ്മെന്റ് തിങ്കറാണ്. ഓക്കെ, പീറ്റർ എഫ് ഡ്രക്കറിനെ കുറിച്ചൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന വാക്കാണ് നാഷണലൈസേഷൻ. ബാങ്കുകളുടെ കാര്യത്തിലൊക്കെ വളരെ ഫെമിലർ ആയിട്ടുള്ള വാക്കാണ് നാഷണലൈസേഷൻ. ഈ നാഷണലൈസേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് വരാം. 1991 വരെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് കൂടുതലായിട്ടുണ്ടായിരുന്നത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളാണ്, അല്ലെങ്കിൽ പൊതുമേഖലയിലായിരുന്നു വ്യവസായങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പോൾ പൊതുമേഖലയിലാണോ സ്വകാര്യ മേഖലയിലാണോ കൂടുതൽ വ്യവസായം ഉള്ളത്? നമ്മൾ എക്സാമ്പിൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും സ്വകാര്യ മേഖലയിലാണ് ഇന്ന് വ്യവസായങ്ങളും ബിസിനസ്സും ഒക്കെ കൂടുതലുള്ളത്. എന്നാൽ 1991 വരെ പൊതുമേഖലയിലായിരുന്നു കൂടുതൽ വ്യവസായങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ 1991 വരെ പൊതുമേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം കുറവായിരുന്നു. എന്നാൽ 1991 ന്യൂ ഇൻഡസ്ട്രി പോളിസിയുടെ ഫലമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും പൊതുമേഖലയുടെ പ്രാധാന്യം കുറച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ ലളിതമായിട്ട് പ്രൈവറ്റൈസേഷൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രൈവറ്റൈസേഷൻ സിംപ്ലി മീൻസ് പ്രൊവൈഡിംഗ് ഗ്രേറ്റർ റോൾ ടു ദ പ്രൈവറ്റ് സെക്ടർ ഇൻ ദ നേഷൻ ബിൽഡിംഗ് പ്രോസസ് ആൻഡ് റെഡ്യൂസിംഗ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. രാജ്യനിർമ്മാണ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയും പടിപടിയായിട്ട് പൊതുമേഖലയുടെ പ്രാധാന്യം കുറച്ചുകൊണ്ടുവരികയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ പ്രൈവറ്റൈസേഷന്റെ ഫലമായിട്ട് 1991 ശേഷം ഇന്ത്യയിൽ ഒരുപാട് പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസുകൾ അല്ലെങ്കിൽ വ്യവസായ മേഖലയിൽ ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങൾ വന്നു. ഇനി ഈ പ്രൈവറ്റൈസേഷൻ എങ്ങനെയാണ് ഇന്ത്യയിൽ നടപ്പാക്കിയത്? പ്രധാനമായും രണ്ട് രീതിയിലാണ്. ഒന്ന് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, രണ്ട് ഡി റിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് വിച്ച് വെയർ ഏർലിയർ റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. ആദ്യം നമുക്ക് എടുത്ത് പരിശോധിക്കാം ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ കൈവശമുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസുകളിലെ ഓഹരികൾ സ്വകാര്യ വ്യക്തികൾക്ക്
വിൽക്കുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന് വിൽക്കുന്നു. ഇപ്പൊ ഗവൺമെന്റിന്റെ കൈവശമുള്ള ഓഹരികൾ പ്രൈവറ്റ് വ്യക്തികൾക്ക് വിൽക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ അധികാരം പ്രൈവറ്റ് പാർട്ടികളിലേക്ക് എത്തും. അപ്പൊ അതിലൂടെ അത് പ്രൈവറ്റൈസേഷന് വഴിതെളിക്കും. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, ഡീ റിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. പണ്ടുകാലത്ത് 1991 വരെ പ്രധാനപ്പെട്ട എല്ലാ വ്യവസായങ്ങളും പബ്ലിക് സെക്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രീസ്, വാർത്താവിനിമയ മേഖലയിലൊക്കെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 1991 പോളിസിക്ക് ശേഷം പ്രൈവറ്റ് മേഖലയ്ക്കും കൂടെ പ്രാധാന്യം കൊടുത്തു. അപ്പം ഗവൺമെന്റ് കമ്പനികൾ അല്ലെങ്കിൽ പൊതുമേഖലയ്ക്ക് മാത്രം റിസർവ് ചെയ്തിരുന്ന കമ്മ്യൂണിക്കേഷൻ പോലുള്ള മേഖലകള് സ്വകാര്യ മേഖലയ്ക്ക് കൂടെ കൈമാറ്റം ചെയ്തു. ഇതിലൂടെ പ്രൈവറ്റൈസേഷന് വഴിതെളിച്ചു. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് പ്രധാനമായും ഇന്ത്യയിൽ നടപ്പാക്കിയത്: ഡീ റിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ അവസാനമായി ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബലൈസേഷൻ. നമുക്കറിയാം, എല്ലാ രാജ്യങ്ങൾക്കും അതിർത്തികളുണ്ട്. അതിർത്തികളുടെ അപ്പുറത്തേക്ക് വ്യാപാരം നടത്തണമെങ്കിൽ അത് പല നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആ തടസ്സങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം ഒരു പരിധിവരെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആശയത്തോടെ ഇല്ലാണ്ടായി. ഇന്ത്യയും ഗ്ലോബലൈസേഷന്റെ ഒരു ഭാഗമായി മാറിയതുകൊണ്ട് ഈ പറയുന്ന അതിർത്തികൾ മൂലമുണ്ടാകുന്ന വ്യാപാര തടസ്സങ്ങൾ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഗ്ലോബലൈസേഷൻ? ഗ്ലോബലൈസേഷൻ മീൻസ് ഇന്റഗ്രേഷൻ ഓഫ് വേരിയസ് എക്കണോമീസ് ഓഫ് ദ വേൾഡ് ലീഡിംഗ് ടുവാർഡ് ദ എമർജൻസ് ഓഫ് കൊഹസീവ് ഗ്ലോബൽ എക്കണോമി. അതായത് ലോകത്ത് പല സമ്പദ് വ്യവസ്ഥകളുണ്ട്, പല രാജ്യങ്ങളുണ്ട്. ഈ ലോകത്തുള്ള പല സമ്പദ് വ്യവസ്ഥകൾ എല്ലാം കൂടെ ഒന്നു ചേർന്ന് ലോക സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആശയം ഉദ്ദേശിക്കുന്നത് വേൾഡ് ഈസ് കൺസിഡേർഡ് ആസ് എ ഗ്ലോബൽ വില്ലേജ്. അതായത് ലോകത്തെ ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട്, അല്ലെങ്കിൽ ലോകത്തെ മൊത്തം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ്, ക്യാപിറ്റൽ, ലേബർ അക്രോസ് ദ ഗ്ലോബൽ എക്കണോമി. അതായത് സാധനങ്ങളും സേവനങ്ങളും മൂലധനവും തൊഴിലാളികളും എല്ലാം ഒരു രാജ്യത്തിന്റെ അതിർത്തികൾക്കപ്പുറം, അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തേക്ക് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള അവസരമാണ് ഗ്ലോബലൈസേഷൻ എന്ന വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആണ് അമർത്യ സെൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ആർ പോളിസീസ്. പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും പോളിസീസ് ആണ്. ബട്ട് ഗ്ലോബലൈസേഷൻ ഈസ് നോട്ട് എ പോളിസി, ഇറ്റ് ഈസ് എ ഫിനോമിനൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒരു പോളിസി അല്ല, അതൊരു ഫിനോമിനൻ ആണ്, ഒരു പ്രതിഭാസമാണ്. ദർ ആർ ഗെയിൻസ് ആൻഡ് പെയിൻസ് ഫ്രം ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷന് പെയിൻസ് ഉണ്ട്, ഗെയിൻസ് ഉണ്ട്, നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഫോർമുലേറ്റ് അപ്രോപ്രിയേറ്റ് പോളിസീസ് ടു മാക്സിമൈസ് ദ ഗെയിൻസ് ആൻഡ് മിനിമൈസ് ദ പെയിൻസ്. ഇതാണ് അമർത്യ സെൻ പറയുന്നത്. അതായത് ഗ്ലോബലൈസേഷന് നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അനുയോജ്യമായ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ഈ ഗെയിൻസ് മാക്സിമൈസ് ചെയ്യുക, അതിന്റെ പെയിൻസ്, കോട്ടങ്ങൾ പരമാവധി കുറയ്ക്കുക. അപ്പം നമ്മൾ ഇന്ന് ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയുടെ എസൻസ് ആയ LPG കുറിച്ചാണ്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഞാൻ ഒന്നുകൂടെ ചുരുക്കി നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം എന്ന് പറയുന്നത് ലിബറേറ്റിംഗ് ദ എക്കണോമി ഫ്രം അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺനെസസറി റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്. അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളിൽ നിന്ന് എക്കണോമിനെ അല്ലെങ്കിൽ ബിസിനസ്സിനെയും വ്യവസായങ്ങളെയും മോചിപ്പിക്കുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു പ്രൈവറ്റൈസേഷൻ, സ്വകാര്യവൽക്കരണം. പ്രൈവറ്റൈസേഷൻ സിംപ്ലി മീൻസ് പ്രൊവൈഡിങ് ഗ്രേറ്റർ റോൾ ടു പ്രൈവറ്റ് സെക്ടർ ആൻഡ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പബ്ലിക് സെക്ടറിന്റെ പ്രാധാന്യം കുറച്ചുകൊണ്ടിരിക്കുക. അതിനാണ് പ്രൈവറ്റൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് രണ്ട് രീതിയിൽ നടത്താമെന്ന് പറഞ്ഞു: ഡീ റിസർവേഷനും
ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അവസാനമായി നമ്മൾ കണ്ടു ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇതാണ്: ലോകത്തെ മൊത്തം ഒരു ഗ്ലോബൽ വില്ലേജ് ആയിട്ട്, അല്ലെങ്കിൽ ലോകത്തെ മൊത്തം ഒറ്റ കൊടക്കീഴിൽ കൊണ്ടുവരിക. അവിടെ ഫ്രീ ആയിട്ട് ക്യാപിറ്റലും ലേബറും ഗുഡ്സും ഒക്കെ മൂവ് ചെയ്യുക. ഇതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടില്ല. 1-2 ചെറിയ ടോപ്പിക് കൂടിയുണ്ട്. അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.